ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. സോ നമ്മുടെ നോട്ടിഫിക്കേഷൻ 2026 CGL നോട്ടിഫിക്കേഷൻ ഔട്ടായിരിക്കുകയാണ്. ആൻഡ് ആസ് എക്സ്പെക്റ്റഡ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അത് ആ സെക്ഷണൽ ടൈമിങ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഓരോ തവണ പാറ്റേൺ ചേഞ്ച് വരുന്ന സമയത്തും, അതായത് എഡ്യൂക്കേറ്റീവ് പാറ്റേൺ മാറി വന്ന സമയത്താണെങ്കിലും സെക്ഷണൽ ടൈമിംഗ് വരുന്ന സമയത്താണെങ്കിലും ഏറ്റവും അധികം മാറ്റങ്ങൾ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇംഗ്ലീഷിനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കാരണം ഓൾറെഡി മാത്സ് ഒക്കെ ഒരു ലെവലിൽ നിൽക്കുന്നതാണ്. അപ്പം അതിന് മുകളിലേക്ക് ഇനി അവർക്ക് ലെവൽ കൂട്ടാനില്ല. ആ റീസൺ കൊണ്ട് തന്നെ ഇംഗ്ലീഷാണ് ഏറ്റവും അധികം പാറ്റേൺ ചേഞ്ചുകളെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സബ്ജക്റ്റ്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു കൺഫ്യൂഷനും അതുതന്നെയായിരിക്കും, എങ്ങനെയാണ് ഈ മാറി വരുന്ന പാറ്റേണുകളെ നേരിടുക എന്നുള്ളത്. കാരണം TCS പാറ്റേണിലൊക്കെ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ എക്സാം എഴുതിയിരുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സാമുകളെ ടാക്കിൾ ചെയ്യാമായിരുന്നു. ഇംഗ്ലീഷിൻ്റെ കേസിൽ ഇംഗ്ലീഷ് ഒരു സേഫ് സോൺ ആയിരുന്നു TCS പാറ്റേണിൽ വന്ന സമയത്ത്. അവിടെ നിന്ന് എഡ്യൂക്കേറ്റീവിലേക്ക് മാറി വന്ന സമയത്ത് കുറച്ചധികം ഡെപ്തിലേക്ക് നമുക്ക് അറിയേണ്ടതായിട്ട്, ഇംഗ്ലീഷിനെ പറ്റി അറിയേണ്ടതായിട്ട് ഒരു സാഹചര്യം വന്നു. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ കുറേ പേർക്ക് കൺഫ്യൂസിങ് ആയിരുന്നു, എന്ത് ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യാം, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ മാത്സ് പോലെ തന്നെ അല്ലെങ്കിൽ GK പോലെ തന്നെ വൈഡ് റേഞ്ചിൽ പഠിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് എഡ്യൂക്കേറ്റീവ് പാറ്റേൺ മാറി വന്ന സമയത്ത് വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് ആകുലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വൺസ് നമ്മുടെ ഗ്രാമറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ വൺസ് നമ്മൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ഒരുപാട് സ്ട്രെസ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് റിവിഷനുകളും അതേപോലെ മോക്ക് ടെസ്റ്റുകളും മാത്രം മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പം എങ്ങനെയാണ് കൃത്യമായിട്ട് സ്ട്രാറ്റജിക്കലി നമുക്ക് ഇംഗ്ലീഷിനെ അപ്പിയർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനെ നേരിടാൻ പറ്റുന്നത്, എക്സാം ടൈമിൽ എങ്ങനെ നമുക്ക് സ്ട്രെസ്ഫുൾ അല്ലാതെ ഭയങ്കര ഈസി ആയിട്ട് ഇതിനെ നേരിടാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇംഗ്ലീഷ് എങ്ങനെ വളരെ എഫക്റ്റീവ്ലി പ്രോപ്പർലി നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വളരെ കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പാകത്തിന് എങ്ങനെ പഠിക്കാം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാടാ. സോ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു എക്സാമിനെ നേരിടുന്ന സമയത്ത് അറിയേണ്ട കാര്യം ആ എക്സാം എങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ഏതൊക്കെ ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്താണ് കൃത്യമായിട്ട് പഠിക്കുക എന്ന് നമുക്കറിയണം. അപ്പോൾ നമുക്കതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള പാറ്റേണുകൾ അല്ലെങ്കിൽ എക്സാമുകളിൽ വന്ന പാറ്റേൺ ചേഞ്ചിൽ ഏതൊക്കെ ഏരിയ ഫോക്കസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ CGL 2025 ഓരോ ഷിഫ്റ്റുകളും നമുക്ക് ഫസ്റ്റ് Tier 1 45 ഷിഫ്റ്റുകൾ എടുക്കുകയാണെങ്കിൽ 45 ഷിഫ്റ്റുകളിലും കോമൺ ആയിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരു ക്വസ്റ്റിൻ്റെ പാറ്റേൺ ആണ് ഇവിടെ നമ്മൾ ആദ്യം അനലൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്രാമറിന് ഓൾമോസ്റ്റ് ഒരു 12 ക്വസ്റ്റ്യൻസ് ആണ് ഓൾമോസ്റ്റ്. അത് 11 to 13 ക്വസ്റ്റ്യൻ എന്ന റേഞ്ചിൽ, അല്ലെങ്കിൽ 10 to 13 ക്വസ്റ്റ്യൻ എന്ന റേഞ്ചിൽ വേരി ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കോംപ്രിഹെൻഷൻ ഉൾപ്പെടുത്താതെയാണ് കേട്ടോ ഗ്രാമർ മാത്രമായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സ്പോട്ട് എറർ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ആക്റ്റീവ് പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്, പാരാ ജംബിൾസ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഗ്രാമറിനെ ബേസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 12 ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി വൊക്കാബിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു സിനോണിം, ആന്റണിം, OWS, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ്, ഹോമോണിം, സ്പെല്ലിംഗ്, സ്പെല്ലിംഗ് തന്നെ മിസ്പെൽറ്റ് വേർഡും അതേപോലെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാ എന്നുള്ളതും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ മീനിങ് വെച്ചിട്ടുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് വൊക്കാബിനെ ബേസ് ചെയ്ത് 8 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. അതേസമയം കോംപ്രിഹെൻഷൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഗ്രാമറിലും വൊക്കാബിൽ, അതായത് ഒരു പാസേജ് തന്ന അതിൽ 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. 5 ക്വസ്റ്റ്യനിൽ ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, വൊക്കാബ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇനി കോംപ്രിഹെൻഷൻ, അതായത് തന്നിരിക്കുന്ന പാസേജിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അതിനെ അനലൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകളും ഉണ്ടായിരുന്നു. Tier 2 വന്ന സമയത്താണെങ്കിൽ അതിൽ ഇംപ്ലൈഡ് മീനിങ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകളും ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 12, 8, 5, 25 ക്വസ്റ്റ്യൻ നമുക്ക് Tier 1 വന്നത്. അപ്പോൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കുമ്പോൾ കാണാം, ഗ്രാമറിൽ സ്ട്രെസ് ചെയ്യണം 12 ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് പറഞ്ഞ് വൊക്കാബ് മാറ്റി നിർത്താൻ പറ്റുമോ? ഇല്ല. സ്റ്റിൽ വൊക്കാബിലും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തേ പറ്റുള്ളൂ, കാരണം 8 ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നുണ്ട്. ഇനി കോംപ്രിഹെൻഷൻ, നമ്മൾ ഗ്രാമറും വൊക്കാബും കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻ കോംപ്രിഹെൻഷനിൽ അഡീഷണലി അവിടുന്ന് കിട്ടും. ആൻഡ് ബാക്കി നമ്മൾ എന്ത് ചെയ്യണം, വായിച്ച് കൃത്യമായിട്ട് അത് എങ്ങനെ സ്ട്രാറ്റജിക്കലി അതിനെ അപ്പിയർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. നൗ ഇനി നമ്മൾ അനലൈസ് ചെയ്തു എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് എന്ന് നമുക്ക് കണ്ടു, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് വരുന്നതെന്ന് കണ്ടു. ആൻഡ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്യുന്ന സിലബസുകൾ
ഇത്രയുമാണ്. ഗ്രാമറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടെൻസിനെ ബേസ് ചെയ്ത്, പാസീവ് വോയിസിനെ ബേസ് ചെയ്ത്, അതേപോലെ റിപ്പോർട്ടഡ് സ്പീച്ച്, പാർട്ട് ഓഫ് സ്പീച്ച്, ഓക്കെ, റൂൾസ്, കണ്ടീഷണൽ ക്ലോസ്, ഇൻവേർഷൻ, ആർട്ടിക്കിൾസ്, ക്വസ്റ്റ്യൻ ടാഗ്, ഫ്രേസ് ആൻഡ് ക്ലോസുകൾ. ഓക്കെ, അത് കഴിഞ്ഞ വർഷം എഡ്യൂക്കേറ്റീവ് പാറ്റേണിൽ വന്ന സമയത്താണ് ഫ്രേസ് ആൻഡ് ക്ലോസ് പുതിയതായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അതേപോലെ സബ്ജക്റ്റീവ് മൂഡിനെ ബേസ് ചെയ്തിട്ട് CHSLൻ്റെ ക്വസ്റ്റ്യൻ വന്ന സമയത്ത് സബ്ജക്റ്റീവ് മൂഡ് വളരെ ആക്റ്റീവ്ലി പല ഷിഫ്റ്റുകളിലും ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്, ദെൻ പാരാജംബിൾസ്, ക്ലോസ് ടെസ്റ്റ്, ഇതൊക്കെ നമുക്ക് ഗ്രാമറിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഇത്രയൊക്കെയാണ്. ഈ വൊക്കാബിൻ്റെ കേസ് വരുവാണെങ്കിൽ സിനണിംസ്, ആൻറ്റണിംസ് ആൻഡ് ഹോമോണിംസ് വളരെ സ്പെഷ്യലി കഴിഞ്ഞ CGL 2025 Tier 1 ഹോമോണിംസ് വരുന്നത്. ആ കാലം വരെയും CGL 2024 വരെയും ഹോമോണിംസ് വന്നിരുന്നത് ഓക്കെ Tier 2 ക്വസ്റ്റ്യൻ ആയിട്ടായിരുന്നു ഹോമോണിംസ് വന്നിരുന്നത്. പക്ഷേ CGL 2025 എഡ്യൂക്കേറ്റീവ് പാറ്റേൺ മാറി വന്ന സമയത്ത് എല്ലാ ഷിഫ്റ്റിലും ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ഹോമോണിം ആയിരുന്നു. ഓക്കെ, ദെൻ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഫ്രേസൽ വെർബ്സ്, ഫിക്സഡ് പ്രപ്പോസിഷൻ. നമ്മൾ ഈ വൊക്കാബ് പഠിക്കുന്ന സമയത്ത് ഫ്രേസൽ വേർബ് പഠിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ സിനോണിം പഠിക്കുന്ന പോലെ തന്നെ വളരെ കൃത്യമായിട്ട് ഫിക്സഡ് പ്രപ്പോസിഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരു വാക്കിൻ്റെ കൂടെ ചില പ്രപ്പോസിഷനുകളെ പോകുള്ളൂ എന്നൊരു നിയമമുണ്ട്. അതും കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി സ്പെല്ലിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് 2 ക്വസ്റ്റ്യനോളം Tier 1 സ്പെല്ലിംഗ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ റീഡിങ് കോംപ്രിഹെൻഷനും നമുക്ക് വൊക്കാബിൻ്റെ കേസിലും അതേപോലെ വൊക്കാബിൻ്റെ കേസിൽ വളരെ പെർട്ടിക്കുലർ എടുക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടിനും ചെയ്യുന്നത് ഓൾമോസ്റ്റ് സിമിലർ എക്സസൈസുകൾ ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അത് ഗ്രാമറിലോ വൊക്കാബിലോ രണ്ടിലും വരാൻ പോസിബിലിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യനാണ് വരുന്നതെന്ന് കണ്ടു, ദെൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് കണ്ടു. ഇനി ഇത് എങ്ങനെ പഠിക്കാം, ഓക്കെ, അതാണ് നമ്മൾ നേരിടുന്ന ഒരു ക്വസ്റ്റ്യൻ. കാരണം ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് എങ്ങനെ പഠിക്കാം, അതായത് വൃത്തിക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ വൃത്തിക്ക് പഠിക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഈ 4 മെത്തേഡാണ്. ഓക്കെ, അത് നിങ്ങൾ ഏത് സബ്ജക്റ്റ്, നമുക്ക് 4 സബ്ജക്റ്റ് ഉണ്ട്. QA ഉണ്ട്, ഓക്കെ, റീസണിങ് ഉണ്ട്, ദെൻ GK ഉണ്ട്, അതേപോലെ ഇംഗ്ലീഷ് ഉണ്ട്. ഈ 4 സബ്ജക്റ്റും വരുന്ന സമയത്ത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജിയാണ് ഈ 4 മെത്തേഡ്. ഓക്കെ, അതായത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കോഴ്സ്, എന്തെങ്കിലും ഒരു കോഴ്സോ ക്ലാസ്സുകളോ കണ്ട് കൃത്യമായിട്ട് അതിൻ്റെ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കി ആ ക്ലാസ്സുകൾ കണ്ട് കൃത്യം എന്ത് ചെയ്യണം, ഓക്കെ, അതിൻ്റെ എന്തൊക്കെയാണ് അതിൽ വരാൻ ചാൻസ് ഉള്ളതെന്നുള്ള അതിൻ്റെ തിയറി പാർട്ടുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അതിൻ്റെ കോഴ്സ് അല്ലെങ്കിൽ ഒരു ക്ലാസ് കണ്ട് അത് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. ഇനി ഈ ക്ലാസ് കണ്ട് പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇത് കേട്ട് പോവുക എന്നുള്ളതിനപ്പുറം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമുക്ക് ചിലപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ പഠിക്കുന്ന കുട്ടികളായിരിക്കാം, ഓൺലൈൻ പഠിക്കുന്ന കുട്ടികളായിരിക്കാം. ഓഫ്ലൈൻ പഠിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കാം നിങ്ങൾ പഠിക്കുന്നത്. സ്റ്റിൽ എന്ത് ചെയ്യണം, നോട്ടുകൾ തയ്യാറാക്കണം. കാരണം നമ്മൾ സ്വന്തം നമ്മുടെ നോട്ടുകൾ തയ്യാറാക്കിയേ പറ്റുള്ളൂ. ഓക്കെ, ഇത് മാത്സിൻ്റെ കേസിലാണെങ്കിൽ ഇക്വേഷന് വേണ്ടി നിങ്ങളൊരു കംപ്ലീറ്റ് ബുക്ക് മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, ബാക്കി നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ബുക്ക് എടുത്തോ, അല്ലെങ്കിൽ പേപ്പേഴ്സ് എടുത്തോ, കുഴപ്പമില്ല. ഇംഗ്ലീഷ് ഇക്വേഷന് വേണ്ടി വേറൊരു ബുക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് റൂളുകൾ എഴുതാൻ വേണ്ടിയിട്ടൊരു ബുക്ക് മാറ്റി വെക്കുക. ഓക്കെ, ആ കൃത്യം നോട്ടുകൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ പറയുന്ന സമയത്ത്, നിങ്ങൾ കോഴ്സ് എടുക്കുകയാണെങ്കിൽ ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു നോട്ടിൽ കൃത്യമായിട്ടൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഇന്ന പോർഷനിൽ നിന്ന് വരുന്നത്. ഓക്കെ, സ്പോട്ട് എററിനാണ് ഈ പോർഷനിൽ നിന്ന് വരാനുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കൂടുതൽ. ഇല്ല, ഫ്രേസുകൾ പഠിക്കുന്ന സമയത്ത് ഇന്നതായിരിക്കും ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി പാർട്ട് ഓഫ് സ്പീച്ച് പഠിക്കുന്ന സമയത്ത് ഇതിന് പോസിബിളി ഇത്ര ക്വസ്റ്റ്യൻസ് ഇത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന കുറേ കാര്യങ്ങൾ, ഇപ്പോൾ വേർബ് പഠിക്കുന്ന സമയത്താണെങ്കിൽ റൈസും റേസും കാണുന്ന സമയത്ത്, ഫെല്ലും ഫോളും കാണുന്ന സമയത്ത് ഇതൊക്കെ കൺഫ്യൂസിങ് ആയിട്ടുള്ള വേർബ്സ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക. അപ്പോൾ ഇതിനെ അനലൈസ് ചെയ്യാനുള്ള സ്ട്രാറ്റജി എന്താണ് എന്നുള്ളതൊക്കെ നമുക്കവിടെ എഴുതി വെക്കാം. ഇപ്പോൾ ഫോളും ഫെല്ലും എടുക്കുകയാണെങ്കിൽ ഫെല്ലിനെ ഫോളോ ചെയ്തിട്ട് ഒബ്ജക്റ്റ് വരണം, ഫോളിനെ ഫോളോ ചെയ്തിട്ട് ഒബ്ജക്റ്റ് വരാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. അതിന് കൃത്യമായിട്ട് നമുക്കൊരു ബുക്ക് വേണം. ആൻഡ് നമുക്ക് വൺസ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ജസ്റ്റ് നമ്മുടെ ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, ആ റൂളുകളൊന്ന് മറിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യണം, കൃത്യമായിട്ടൊരു ബുക്ക് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നോട്ട് വൺസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്, പ്രാക്ടീസ് ക്വസ്റ്റ്യനുകൾ. അത് ഓരോ ടോപ്പിക്ക് കഴിയുന്ന സമയത്തും ഇംഗ്ലീഷിന് ഇപ്പോൾ ടെൻസ് നിങ്ങൾ വൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിൻ്റെ നോട്ട് ഒപ്പം തയ്യാറാക്കി, ക്ലാസ് കൂടുന്ന ഒപ്പം നോട്ട് തയ്യാറാക്കി പോകും. നോട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ടോപ്പിക് വൈസ് അതിൻ്റെ
പ്രാക്ടീസ് ക്വസ്റ്റ്യനുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടോപ്പിക് വൈസ് പ്രാക്ടീസ് ക്വസ്റ്റ്യനുകൾ എവിടെ കിട്ടും എന്നൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഉണ്ടാവും, പറഞ്ഞു തരാടാ അത് എവിടെ കിട്ടും. ഓക്കെ, ഏത് പ്ലാറ്റ്ഫോമിൽ പോയാൽ അല്ലെങ്കിൽ ഏത് ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്താൽ കിട്ടും എന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. ആൻഡ് വൺസ് ടോപ്പിക് വൈസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യുക, എഗെയിൻ ഓക്കെ ടെൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസീവ് വോയിസ് പഠിക്കും, റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കും. ആൻഡ് ഇത് വൺസ് ഓരോ സെറ്റും തീരുന്നതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് നോക്കുക. വൺസ് നമ്മൾ ടെൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ പാസീവ് പഠിച്ചു, റിപ്പോർട്ടഡ് പഠിച്ചു, പാർട്ട് ഓഫ് സ്പീച്ച് പഠിച്ചു, പിന്നെ ടെൻസിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അത് മറന്നു പോകില്ലേ. അപ്പം എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഇൻ്റർവെൽസിൽ അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഓരോ ടോപ്പിക്കും കഴിഞ്ഞ് കഴിഞ്ഞിട്ട്, അതായത് ടെൻസ് കഴിഞ്ഞു അതിൻ്റെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്തു, ആൻഡ് പാസീവ് കഴിഞ്ഞ് അതിൻ്റെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യുക, പോയിട്ട് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ മിച്ചം വെക്കുക. ഓക്കെ, ടെൻസിൽ കുറച്ച് ക്വസ്റ്റ്യൻ മിച്ചം വെക്കുക. ആ മിച്ചം ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഈ പാസീവ് കഴിയുന്ന സമയത്ത് ചെയ്യുക. ഓക്കെ, അതേപോലെ റിപ്പോർട്ടഡ് സ്പീച്ച് കഴിഞ്ഞു. റിപ്പോർട്ടഡ് സ്പീച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഈ ടെൻസിലെ ക്വസ്റ്റ്യനും 2-3 ക്വസ്റ്റ്യനും അതേപോലെ പാസീവ് വോയിസിലെ കുറച്ച് ക്വസ്റ്റ്യനും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഓരോ ടോപ്പിക്ക് കഴിയുന്നതിനനുസരിച്ചും മുന്നേ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കിലെ ക്വസ്റ്റ്യനുകളും കൂടെ ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ മറന്നുപോകും. ഓക്കെ, അതായത് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, വിത്തൗട്ട് റിവിഷൻ, പ്രോപ്പർ റിവിഷൻ നമുക്ക് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണടാ സത്യം. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, റിവിഷൻ നടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും അടുത്ത ടോപ്പിക്ക്, അതായത് ഇപ്പോൾ പാസീവ് കഴിയുമ്പോൾ ടെൻസും കൂടി ഒന്ന് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അതായത് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബുക്കൊന്ന് എടുത്ത് നോക്കാം, എവിടെയാണ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്താണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്, കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓരോ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വിത്തൗട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യില്ല, ഒരു പേപ്പറും നമുക്ക് കിട്ടില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലുമൊക്കെ റെഫറൻസ് എല്ലാ എക്സാംസിനും ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ മെത്തേഡ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക്കലി നമുക്ക് നമ്മുടെ പോർഷൻ സിലബസ് വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിച്ച് തീർക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം, എസ്പെഷ്യലി ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ. ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അതിൽ നിന്ന് നോട്ട് എടുക്കുക, ടോപ്പിക് വൈസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യുക, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നിങ്ങൾ റിവൈസ് ചെയ്യുക, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇനി കോഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. കോഴ്സ് എടുക്കുന്ന സമയത്ത് ഏത് കോഴ്സ് എടുക്കും, ഓക്കെ, ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് നമ്മുടെ SSC മലയാളിയിൽ അവൈലബിൾ ആയിട്ടൊരു കോഴ്സാണ്, ഇപ്പോൾ ലോഞ്ച് ചെയ്തൊരു കോഴ്സാണ് ഫീനിക്സ് ബാച്ച്. ആൻഡ് ഫീനിക്സ് ബാച്ചിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, നമുക്ക് ഇന്ന് തുടങ്ങുന്ന ആൾക്ക് അത് ഓക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അവർക്ക് ഇന്ന് തൊട്ടാണത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് പ്രീവിയസ് ഇത് ചിലപ്പോൾ ജനുവരി തുടങ്ങിയ ക്ലാസ് ആയിരിക്കും, ഫെബ്രുവരി തുടങ്ങിയ ക്ലാസ് ആയിരിക്കും, അങ്ങനെ ഒരു ലാഗോ കാര്യങ്ങളോ നമുക്ക് അവിടെ വരുന്നില്ല. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഫ്രഷ്ലി ഓക്കെ ഇന്നാണത് ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അന്ന് മുതൽ 100 ദിവസത്തേക്ക് അവരുടെ ക്ലാസ്. ഓക്കെ, അങ്ങനെയാണ് ഫീനിക്സ് ബാച്ചിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ആൻഡ് 100 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യും എന്നുള്ളതാണ് ഫീനിക്സ് ബാച്ചിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ആൻഡ് 4 to 6 hours ഡെയിലി പ്ലാൻ ആയിരിക്കും, സ്റ്റഡി പ്ലാൻ ആയിരിക്കും തരുന്നത്. ആ ഒപ്പം റെക്കോർഡഡ് ക്ലാസ്സുകളും തരുന്നതായിരിക്കും. ആൻഡ് വീക്ക്ലി ലൈവായിട്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാകും. ആൻഡ് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നതായിരിക്കും. 100 ഡേയ്സിൽ പ്രാക്ടീസ് മൊഡ്യൂൾസ് ഉണ്ടാവും, മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും, ആൻഡ് ടോപ്പിക് വൈസ് ക്വിസസും ഇതിൽ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് 1 year വാറണ്ടി ആയിരിക്കും, വാലിഡിറ്റി ആയിരിക്കും ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓക്കെ, ഇതിന് ഓൾമോസ്റ്റ് ഒരു 5999 ഓക്കെ 999 ആയിരിക്കും ഇതിൻ്റെ കോഴ്സ് ഫീ വരുന്നത്. ആൻഡ് ഇപ്പോൾ ഏർലി ബേർഡ് ഓഫർ പ്രമാണിച്ച് ഒരു 500 രൂപ ഓഫും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യുക. ഇനി ഫീനിക്സ് ബാച്ച് എടുത്ത് പഠിച്ചാലേ SSC ക്ലിയർ ചെയ്യുള്ളൂ എന്നൊരു നിർബന്ധവും ഇല്ല. ആൻഡ് SSC മലയാളിയിൽ പഠിച്ചാലേ SSC ക്ലിയർ ചെയ്യുള്ളൂ എന്നൊരു നിർബന്ധവും ഇല്ല. നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നു, നമ്മൾ എത്ര കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഓക്കെ അൾട്ടിമേറ്റ്ലി വരുന്നത്. ഇനി ഓക്കെ നമുക്ക് ഇത് ഫോളോ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേറെ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വേറെ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇപ്പോൾ ഹിന്ദി ചാനൽസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് റാണി മാമിൻ്റെയോ അതേപോലെ അമൻ സാറിൻ്റെയോ ഒക്കെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാം, നോ വറീസ്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഓക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന അതേ ക്വാളിറ്റിയിൽ, ഹിന്ദിയിൽ എത്ര ക്വാളിറ്റിയിലാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതേ ക്വാളിറ്റിയിൽ നമുക്ക് മലയാളത്തിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. സോ ഇനി നമുക്ക് ഗ്രാമർ പഠിക്കുന്ന കേസ് എടുക്കുകയാണെങ്കിൽ, കോഴ്സ് വൺസ് പഠിച്ചു, ഇനി നമ്മൾ ഏത് ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലുണ്ടാകും. ആൻഡ് നമുക്ക് ബുക്ക് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ബുക്കുകളാണടാ. ഫസ്റ്റ് ഏറ്റവും ബിഗിനറായിട്ട് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ബേസിക്സ് തൊട്ട് പറയുന്ന ഒരു ബുക്കാണ് നീതു സിംഗിൻ്റെ ഇംഗ്ലീഷ്.
ഓക്കെ. ആൻഡ് ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് അല്ലെ ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ് ആ ബുക്കിൻ്റെ പേര്. ആൻഡ് വോളിയം 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ ബുക്കേ ഉള്ളൂ, വോളിയം 1. ഓക്കെ. അപ്പോൾ അവിടെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സിലബസ് അതിൽ വരുന്നുണ്ട്. ഓക്കെ. അതായത് നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് നീതു സിംഗിൻ്റെ ഇംഗ്ലീഷ്. ഇനി നമുക്ക് ടോപ്പിക് വൈസ് ഇത് റിവൈസ് ചെയ്യണം. അതായത് ഓരോരോ ടോപ്പിക്ക് പഠിച്ചു ആ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജി ഫ്രണ്ടിലേക്ക് പോകുന്നതെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് അതിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു ബുക്കാണ് പ്ലിൻ ടു പാരാമൗണ്ട് എന്ന് പറയുന്ന ബുക്ക്. ഓക്കെ. എഗെയിൻ നീതു സിംഗിൻ്റെ തന്നെ പ്ലിൻ ടു പാരാമൗണ്ട് എന്ന് പറയുന്ന ബുക്ക്. ആൻഡ് ഇവിടെ കൃത്യമായിട്ട് ടോപ്പിക്കുകൾ, ഓരോ ടോപ്പിക്കുകളും ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസും അവൈലബിൾ ആയിരിക്കും. ദെൻ അമൻ സാറിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ് നോട്ട്സ്. ആൻഡ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹിന്ദിയിലായിരിക്കും, ഹിന്ദി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് എഴുത്തുകൾ മുഴുവൻ ഇംഗ്ലീഷിലായിരിക്കും, പക്ഷേ ഭാഷ ഹിന്ദിയാണ് ആക്ച്വലി. ഓക്കെ. പക്ഷേ ക്ലാസ് ഓക്കെ ഇതിലെ നോട്ട്സ് ഭയങ്കര അടിപൊളി നോട്ട്സാണ്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ SP ബക്ഷിയുടെ ഇത് എപ്പോഴും ഒരു നെക്സ്റ്റ് ലെവൽ ബുക്കാണ്. SP ബക്ഷിയുടെ തുടക്കക്കാർ SP ബക്ഷിയുടെ ബുക്ക് എടുത്ത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാവില്ല. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ വൺസ് ബേസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കേണ്ട ബുക്കാണ്. ഓക്കെ. ഒബ്ജക്റ്റീവ് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന എഡ്യൂക്കേറ്റീവ് പാറ്റേണിൽ വന്ന ക്വസ്റ്റ്യൻസ് ഭൂരിഭാഗവും SP ബക്ഷിയുടെ ഈ ബുക്കിൽ അതിൻ്റെ ടോപ്പിക്കുകളെല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെവൽ എന്ന രീതിയിൽ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ബുക്കാണ് ഒബ്ജക്റ്റീവ് ജനറൽ ഇംഗ്ലീഷ്. ഇനി നമുക്ക് ഇത് പഠിച്ചു, ഇനി എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇതിന് പ്രാക്ടീസ് സെഷൻസ് ചെയ്ത് നോക്കണം. അതിന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് വൈസ് പ്രാക്ടീസ് സെഷൻസ് ഉള്ള ഒരു ബുക്കാണ് എറർ പ്രോ. അമൻ വസിഷ്ഠിൻ്റെ എറർ പ്രോ. ടോപ്പിക് വൈസ് പ്രാക്ടീസ് ഓക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇതിലൊരു ബുക്ക് വാങ്ങി വെക്കാം. ഒന്നെങ്കിൽ പ്ലിൻ ടു പാരാമൗണ്ട് വാങ്ങി വെക്കുക, അല്ലെങ്കിൽ എറർ പ്രോയോ കിരൺസിൻ്റെ PYQ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഈ 3 ബുക്കിലും ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ 3 ബുക്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് പഠിച്ച് തുടങ്ങുന്ന കാലത്ത് തന്നെ വാങ്ങി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദെൻ പിനക്കിളിൻ്റെ PYQ നമുക്ക് ഓക്കെ വൺസ് PYQ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലേക്ക് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ബുക്കാണ്. ആൻഡ് കിരൺസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് PYQൻ്റെ ആവശ്യം ഇല്ല കേട്ടോ. അതായത് പിനക്കളുടെ PYQൻ്റെ ആവശ്യമില്ല. കാരണം കിരൺസിൻ്റെ ബുക്കിൽ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ തെറ്റിയൊക്കെ നമുക്ക് എന്തൊക്കെ മിസ്റ്റേക്ക് വരാം, മിസ്റ്റേക്ക് എവിടെ നിന്നാണ് വന്നത്, അതിൻ്റെ റൂളും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ചെയ്ത് പറയുന്നുണ്ട്. നൗ വൊക്കാബിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് ബേസ് ഓക്കെ ഏറ്റവും ബേസ് വരുന്ന ഫോമിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒട്ടും അറിയത്തില്ല എന്നുള്ള ഒരാൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ബുക്കാണ് വേർഡ് പവർ മേഡ് ഈസി. ഇത് റൂട്ട് വേർഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ബുക്ക് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഓക്കെ കംപ്ലീറ്റ് സിലബസ് ഫോളോ ചെയ്തിരിക്കുന്നത് റൂട്ട് വേർഡ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് റൂട്ട് വേർഡ്സ് അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യനുകളും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്കൊരു ഡിക്ഷണറി പോലെ CGL പഠിക്കുന്ന അല്ലെങ്കിൽ CHSൽ പഠിക്കുന്ന SSCയുടെ എക്സാംസ് പഠിക്കുന്ന ആൾക്കാർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ബുക്കാണ് ബ്ലാക്ക് ബുക്ക്. ബ്ലാക്ക് ബുക്ക് മാക്സിമം റിവൈസ് ചെയ്യാന്നുള്ളത്. ഇനി എഡ്യൂക്കേറ്റീവ് പാറ്റേണിലേക്ക് വന്ന സമയത്ത് ബ്ലാക്ക് ബുക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല എന്നൊരു കാര്യമുണ്ട്. പക്ഷേ സ്റ്റിൽ ഇതിലെ ഓപ്ഷൻസ് ബ്ലാക്ക് ബുക്കിൽ നിന്നുള്ള ഉള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ വളരെ ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു ബ്ലാക്ക് ബുക്ക് പഠിച്ച ഒരാളെ സംബന്ധിച്ച്. അപ്പോൾ ബ്ലാക്ക് ബുക്ക് എന്ന് പറയുന്നത് ഒരു വലിയൊരു ബുക്ക് ഒറ്റയടിക്ക് നമുക്ക് 2000-3000 സിനോണിംസ് ഓക്കെ ആൻറ്റണിംസ് ഇഡിയംസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫ്രേസൽ വെർബ്സ് ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് വാക്കുകൾ 2000-3000 വാക്കുകൾ ഒറ്റയടിക്ക് തരുന്നൊരു ബുക്കാണ്. അപ്പോൾ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ വേറെ എവിടെ നിന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബ്ലാക്ക് ബുക്ക് തന്നെ ഡിപ്പെൻഡ് ചെയ്യുക. കാരണം എപ്പോഴും അതിൽ എന്തെങ്കിലുമൊക്കെ വരും എന്നുള്ളതാണ്. ഓക്കെ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഒക്കെ ഓക്കെ നോക്കേണ്ടി വരും, ബുദ്ധിമുട്ടാണ് അത്രയും പഠിക്കുക എന്നുള്ളത്. ഇനി സമുദ്രമന്ഥൻ ഓക്കെ റാണി മാമിൻ്റെ സമുദ്രമന്ഥൻ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. വൊക്കാപ്രോ എഗെയിൻ അമൻ സാറിൻ്റെ എഗെയിൻ ന്യൂസ് പേപ്പർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റാണ് എഴുതിയത്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ന്യൂസ് പേപ്പർ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ വായിച്ചേ പറ്റുള്ളൂ. അത് ചിലപ്പം ഈ എഡിറ്റോറിയൽ പേജ് വായിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ എന്നൊരു നിർബന്ധമില്ല. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ന്യൂസ് പേപ്പർ വായിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പോർഷൻ വേണമെങ്കിലും വായിച്ചോ. സ്പോർട്സ് ആയിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ സിനിമയായിരിക്കും ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും വായിക്കാം ന്യൂസ് പേപ്പറിൽ. ഓക്കെ. പക്ഷേ വായിക്കണം. ഓക്കെ. വായിച്ചേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരെ സംബന്ധിച്ച് ഈ റൂളുകൾ കാണാപ്പാടം പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ന്യൂസ് പേപ്പർ വായിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിങ്ങനെ റെഗുലറായിട്ട് നമ്മളിങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണ്, ഇങ്ങനെയാണ് ഭാഷ പോകുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് സ്പോട്ട് എററിലൊക്കെ വായിച്ച് വരുന്ന സമയത്ത് ഇതിങ്ങനെ അല്ലല്ലോ എന്നൊരു തോട്ട് വരില്ലേ. ഓക്കെ. റൂൾ അറിയില്ലെങ്കിൽ പോലും നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ് ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്നൊരു ഗുണം.
ഇനി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, അതായത് ഈ പഠിച്ച വൊക്കാബ് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്ത് നോക്കണം, ഫോളോ ചെയ്യാൻ പറ്റുന്ന ടെലിഗ്രാം ചാനലുകളാണ്. ഒന്ന് SSC മലയാളിയുടെ ഇംഗ്ലീഷ് ചാനൽ. ഓക്കെ, SC മലയാളിയുടെ ഇംഗ്ലീഷ് ചാനലിൽ വൊക്കാബ് മാത്രമല്ല ഗ്രാമറും കൃത്യമായിട്ട് പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു 100 റൂൾസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് SSC മലയാളിയുടെ ഇംഗ്ലീഷ് ചാനലിൽ. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. ആൻഡ് 100 റൂൾസ് പഠിച്ച് തീരായത് ഒരു ദിവസം ഒരു റൂളും അതിൻ്റെ ഓഡിയോയും അങ്ങനെ കണക്കാക്കിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ടെക്സ്റ്റ് ഉണ്ടാകും, അതേപോലെ തന്നെ ഓഡിയോ ഉണ്ടാകും. ഇനി ഒപ്പം നമുക്കൊരു ഡിസ്കഷൻ ചാനലും കൂടി ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ചാനലിൽ വന്ന് ചോദിക്കാവുന്നത്, ആ ഗ്രൂപ്പിൽ വന്ന് ചോദിക്കാവുന്നതാണ്. കൃത്യമായിട്ട് ഡിസ്കഷനും കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു ചാനലാണ് ആൻഡ് ഗ്രൂപ്പാണത്. ആൻഡ് ഓക്കെ, ഇപ്പം നമ്മൾ വൊക്കാബ് നെക്സ്റ്റ് വീക്ക് തൊട്ട് അതിൻ്റെ വൊക്കാബ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ വൊക്കാബ് സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ പഠിക്കാനുള്ള വൊക്കാബ് തരും, സിനോണിംസ് ആൻറ്റണിംസ് ഒക്കെ കൃത്യമായിട്ട് തരും. ആൻഡ് അതിനുള്ള ക്വസ്റ്റ്യൻസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദ ഹിന്ദു വൊക്കാബുലറി. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് എല്ലാ ദിവസവും നമുക്ക് കൃത്യമായിട്ട് വൊക്കാബിനുള്ള ക്വിസ്സുകൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്വിസ് അറ്റൻഡ് ചെയ്ത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ബുക്കും ടെലിഗ്രാം ചാനലുകളുമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നൗ നമ്മളിത് എങ്ങനെ പഠിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല അല്ലേ. വൊക്കാബിൻ്റെ കേസ് വരുന്ന സമയത്ത് വൊക്കാബ് ആണെങ്കിലും GK ആണെങ്കിലും പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ഇല്ലാതെ നമുക്ക് ഒരു കാരണവശാലും പഠിച്ചു തീർക്കാൻ പറ്റില്ലടാ, അതാണ് സത്യം. ഓക്കെ, ഒരു കാരണവശാലും ഇല്ല. പിന്നെ നമ്മൾ ചിട്ടി റോബോട്ടിനെ പോലെയൊക്കെ ആയിരിക്കണം. നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഇത് സ്ട്രാറ്റജി വെച്ച് അത് പഠിച്ചാലേ, അല്ലെങ്കിൽ റിവൈസ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഇൻ്റർവെൽസിൽ റിവൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വൊക്കാബ്സ് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ആലോചിച്ചാൽ മതി, ഒരു ഡിക്ഷണറിയിലുള്ള വാക്കുകൾ മുഴുവനും നമുക്ക് അറിയോ? ഇല്ല, അറിയത്തില്ല. മനുഷ്യനല്ലേ, നമ്മളത് മറന്നു പോകും. ഓക്കെ, അപ്പോൾ മറക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക എന്നുള്ള, റിപ്പീറ്റഡ്ലി അതിനെ കണ്ടാൽ മാത്രമേ അത് ഓർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റിപ്പീറ്റഡ്ലി എങ്ങനെ കാണാം എന്നുള്ള സ്ട്രാറ്റജിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം പഠിക്കുന്ന സമയത്ത് ഒരു 50 മിനിറ്റ് വൊക്കാബിന് വേണ്ടി മാറ്റി വെക്കുക. സ്റ്റാർട്ടിങ് ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ബിഗിനേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 50 മിനിറ്റ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വൊക്കാബിന് വേണ്ടി മാറ്റി വെക്കുക. അതിൽ 30 മിനിറ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതും ആദ്യത്തെ 10 മിനിറ്റ് തലേന്ന് പഠിച്ചത് റിവൈസ് ചെയ്യാനുള്ള സമയമായിരിക്കും. എനിക്ക് തലേന്ന് പഠിച്ച വാക്കുകൾ മുഴുവനും കൃത്യമായിട്ട്, അത് എപ്പോഴും പഠിക്കുന്ന സമയത്ത് ഇഡിയം പഠിക്കണം, സിനോണിം പഠിക്കണം, ആൻറ്റണിം പഠിക്കണം. ഓക്കെ, ദെൻ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ എല്ലാ ദിവസവും പഠിക്കുക. അപ്പോൾ സിനോണിമിൻ്റെ ആൻറ്റണിമിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഒരു 50 അല്ലെങ്കിൽ വേണ്ട ഒരു 30 ഇഡിയം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ 10 സിനോണിമം പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അത് മതി. അല്ലെങ്കിൽ 5 സിനോണിം പഠിക്കാനേ പറ്റിയിട്ടുണ്ടാവുള്ളൂ, അത് മതി. പക്ഷേ എല്ലാ ദിവസവും ഈ 4 ടോപ്പിക്കും കൃത്യമായിട്ട് കവർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ദെൻ ആദ്യത്തെ 10 മിനിറ്റ് കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. ദെൻ അടുത്ത 30 മിനിറ്റ് വരുന്നത് സ്റ്റഡി ടൈമാണ്. കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര വാക്കുകളാണോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും വാക്കുകൾ ആ 30 മിനിറ്റിൽ പഠിച്ച് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദെൻ അവസാനത്തെ 10 മിനിറ്റ് ഈ പഠിച്ച 30 മിനിറ്റിൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും 50 മിനിറ്റ് ഒരു ദിവസത്തെ നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വൊക്കാബിന് ബിഗിനേഴ്സിനുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. നൗ വീക്ക്ലി പ്ലാനിലേക്ക് വരികയാണെങ്കിൽ ഓരോ ആഴ്ചയും നമ്മളിപ്പോൾ എല്ലാ ദിവസവും പഠിക്കുന്നുണ്ട്. അടുത്ത ദിവസം ആകുമ്പോൾ സെക്കൻഡ് ഡേ ആകുമ്പോൾ എഗെയിൻ എന്ത് ചെയ്യും, സെക്കൻഡ് ഡേ നമ്മൾ ആദ്യം തലേന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യും. തേർഡ് ഡേ ആകുമ്പോൾ അതിൻ്റെ തലേന്ന് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യും. ഇനി ഒരാഴ്ച കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സൺഡേയിൽ നമ്മൾ പ്രീവിയസ് വീക്കിൽ പഠിച്ച കാര്യങ്ങൾ സൺഡേ മുഴുവൻ നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഓക്കെ, പ്രീവിയസ് വീക്ക് പഠിച്ച കാര്യങ്ങൾ മുഴുവനും റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, പ്രീവിയസ് വീക്ക് പഠിച്ച കാര്യങ്ങൾ മുഴുവനും സൺഡേ റിവൈസ് ചെയ്യുക. ആൻഡ് സെക്കൻഡ് സൺഡേ ആവുന്ന സമയത്ത് പ്രീവിയസ് 2 ആഴ്ച, ആദ്യത്തെ ആഴ്ച പഠിച്ചതും രണ്ടാമത്തെ ആഴ്ച പഠിച്ച കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്യുക. തേർഡ് സൺഡേ ആവുന്ന സമയത്ത് എഗെയിൻ ആ ആഴ്ച പഠിച്ച കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഫോർത്ത് സൺഡേ ആവുന്ന സമയത്ത് 3-ാമത്തെ ആഴ്ച പഠിച്ചതും 4-ാമത്തെ ആഴ്ച പഠിച്ചതും റിവൈസ് ചെയ്യുക. ഓക്കെ, അത്രയും വാക്കുകൾ റിവൈസ് ചെയ്യുക. ആൻഡ് ഈ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, കൺസിസ്റ്റൻ്റ്ലി മറന്നു പോകുന്ന ചില വാക്കുകളുണ്ടാവും. അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. കാരണം ആ മാർക്ക് ചെയ്ത് വെക്കുന്നത് നമ്മൾ സ്ട്രെസ് കൊടുത്ത് വീണ്ടും പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇത് ആഴ്ച കഴിഞ്ഞു, മാസമായി കഴിയുമ്പോൾ നമ്മളിത് മറന്നു പോകരുത്. ഓക്കെ, ഓരോ മാസത്തിലും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് ഇത് റിവൈസ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ മാസം ഒരു 2 ദിവസം മാറ്റി വെക്കുക. 2 ദിവസത്തിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ ഒരു മാസം പഠിച്ചത് മുഴുവനും റിവൈസ് ചെയ്യുക. സെക്കൻഡ് മന്ത് ആവുന്ന സമയത്ത് ഒരു 5 ദിവസം മാറ്റി വെക്കുക. 5 ദിവസത്തിൽ ആ 2 മാസം പഠിച്ച കാര്യങ്ങൾ മുഴുവൻ റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് ഇത് 3 മാസം ആവുന്ന സമയത്ത് ക്വാർട്ടർലി എന്ത് ചെയ്യണം, ആ ആദ്യത്തെ 3 മാസം പഠിച്ച കാര്യങ്ങളിൽ എസ്പെഷ്യലി ആ നമ്മൾ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും, നമ്മൾ കൺസിസ്റ്റൻ്റ് മറന്നുപോയ കുറേ കാര്യങ്ങൾ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും. ആ മാർക്ക് ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള വാക്കുകളിൽ കൂടി ഒന്ന് ഓടിച്ചു പോകാനായിട്ടും ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വാർട്ടർ ആൻഡ് സെക്കൻഡ് ക്വാർട്ടറും ഇതേപോലെ.
ഇതിങ്ങനെ കൺസിസ്റ്റൻ്റ്ലി നമ്മൾ വാക്കുകളെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഇതിനെ മറക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ 2 സ്ട്രാറ്റജി, അതായത് ഡെയിലി പ്ലാൻ, വീക്ക്ലി പ്ലാൻ, ദെൻ മന്ത്ലി പ്ലാൻ, ക്വാർട്ടർലി പ്ലാൻ, ഈ പ്ലാനുകൾ ഫോളോ ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വൊക്കാബ് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തിരിക്കാൻ പറ്റും. ആൻഡ് എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, റിവൈസ് ചെയ്യാതെ ഒരു കാരണവശാലും ഓർത്തിരിക്കാൻ പറ്റില്ലടാ. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് ഫൈനലി നമ്മുടെ കോംപ്രിഹെൻഷൻ നമുക്ക് ടാക്കിൾ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പേഴ്സാണ്. കാരണം വായിക്കുക എന്നുള്ളതിനപ്പുറം നമുക്കൊന്നും ചെയ്യാനില്ല കോംപ്രിഹെൻഷനിൽ. ഓക്കെ, അപ്പോൾ വായിക്കുക, മാക്സിമം വായിക്കുക. അത് ഡെയിലി ഒരു 10 മിനിറ്റ് വെച്ചിട്ട് വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഹിന്ദു ആണ്. ഓക്കെ, കാരണം എപ്പോഴും നല്ല ലാംഗ്വേജ്, ഇന്ത്യൻ എക്സ്പ്രസ്സിനേക്കാളും ഒരു നെക്സ്റ്റ് ലെവൽ ലാംഗ്വേജ് എപ്പോഴും വരുന്നത് ഹിന്ദുവിലാണ്. അപ്പോൾ വായിക്കുമ്പോൾ ഹിന്ദു തന്നെ വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തും വായിക്കാം. ഓക്കെ, എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, സ്പോർട്സ് വായിക്കാം, സിനിമ വായിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ടിൽ വരുന്ന എന്തെങ്കിലും പൊളിറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വായിക്കാം, എന്ത് വേണമെങ്കിലും വായിക്കാം. നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വായിക്കാം. പക്ഷെ വായിക്കണം, നിർബന്ധമായിട്ടും വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് ദെൻ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്കറിയാം ഇംപ്ലൈഡ് മീനിങ്സ് ആണ് കൂടുതൽ. കഴിഞ്ഞ Tier 2 ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഇംപ്ലൈഡ് മീനിങ്സ് ആയിരുന്നു. അതായത് ഉള്ളിൽ നിന്ന് ഓതർ എന്താണ് മീൻ ചെയ്തതെന്നുള്ള രീതിയിലാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്ന സമയത്ത് ഫാക്റ്റുകൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇംപ്ലൈഡ് മീനിങ്സ് കിട്ടാനായിട്ട് നോവൽസ് ഇടയ്ക്കൊന്ന്, അതായത് ഇരുന്ന് നോവൽ വായിച്ച് തീർക്കണം എന്നൊന്നുമല്ല, ഇടയ്ക്ക് നോവൽസൊക്കെ ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, ദെൻ വൊക്കാബ് ഡയറി, ഇത് കൃത്യമായിട്ട് സൂക്ഷിക്കാം. ഇത് നമുക്ക് ഇവിടെയും ഹെൽപ്പ് ചെയ്യും, കോംപ്രിഹെൻഷനും ഹെൽപ്പ് ചെയ്യും. അതായത് കോംപ്രിഹെൻഷൻ വരുന്ന സമയത്ത് നമുക്ക് വാക്കുകൾ മുഴുവനും അതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയണം. ഓക്കെ, അതിനുവേണ്ടി വൊക്കാബ് ഡയറി സൂക്ഷിക്കുക. നമുക്ക് അറിയാത്ത വാക്കുകൾ മുഴുവൻ എന്ത് ചെയ്യുക, ഈ വൊക്കാബ് ഡയറിയിൽ ജസ്റ്റ് ആ വാക്ക് എഴുതുക, അതിൻ്റെ മീനിങ് ഒന്ന് എഴുതി വെക്കുക. ബെറ്റർ ഇതിൻ്റെ മീനിങ് എഴുതി വെക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നത് 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇതിൻ്റെ ഒരു സിനോണിമും ആൻറ്റണിമും കൂടെ നോക്കി വെക്കുക. അപ്പോൾ നമുക്ക് വൊക്കാബും പാരലലി പോകും, കോംപ്രിഹെൻഷൻ സ്കിൽസും പാരലലി പോകും. ഓക്കെ, എനിവേ വായിക്കുക, വൊക്കാബ് ഡയറി സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കോംപ്രിഹെൻഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള മാർഗ്ഗമാണ് കേട്ടോ. നൗ ഇത്രയും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് നമുക്ക് ഹാർവസ്റ്റ് ചെയ്യണം. സോ നമുക്കിത് അപ്ലൈ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകളാണ് നമ്മുടെ ആർ ബി നല്ല മോക്കുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൻ്റെ കേസിൽ കഴിഞ്ഞ CGL Tier 2 Tier 1 RB വളരെ ഒത്തൻറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഓണസ്റ്റ് ആയിട്ടായിരുന്നു നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്. വളരെ സിമിലർ ആയിരുന്നു CGL Tier 2 ക്വസ്റ്റ്യൻസ് RBയുടെ മോക്കുകൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ RB വളരെ ബെറ്റർ പ്ലാറ്റ്ഫോം ആയിട്ട് ഇംഗ്ലീഷിൻ്റെ കേസിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. സോ RBയുടെ പ്ലാറ്റ്ഫോം, അതേപോലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്ലാറ്റ്ഫോം നമുക്ക് കൺസിസ്റ്റൻ്റ്ലി സെക്ഷണൽ മോക്ക് ടെസ്റ്റുകളാണെങ്കിലും അതേപോലെ കൃത്യമായിട്ട് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകളോടൊപ്പം ഫുൾ മോക്ക് ടെസ്റ്റുകളും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്ക്, ദെൻ ഒലിവ് ബോർഡ്, ഇതൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളാണ്. ദെൻ ഇംഗ്ലീഷ് മാധ്യം, ഓക്കെ, ഇംഗ്ലീഷിന് വേണ്ടി വളരെ സ്പെഷ്യലി ഉള്ള പ്ലാറ്റ്ഫോമാണ് ഇംഗ്ലീഷ് മാധ്യം. ആൻഡ് ഈ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നേരെ SSC മലയാളിയുടെ മംഗ്ലീഷ് ചാനലിലോ SC മലയാളിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലിലോ പോരെ ക്വസ്റ്റ്യൻ ചോദിച്ചോ, അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ഇംഗ്ലീഷ് ബെറ്റർ നിങ്ങൾ SC മലയാളിയുടെ മംഗ്ലീഷ് ചാനലിൽ വന്നിട്ട് ചോദിക്കുക. ഇവിടുന്ന് എന്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാലും, എന്തുകൊണ്ടാണ് ഇത് തെറ്റിപ്പോയത്, എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പിന്നിലുള്ള റൂള്, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ വന്ന് ചോദിക്കാം. കൃത്യമായിട്ട് അവിടെ ഡിസ്കഷൻസ് നടക്കുന്നതാണ്. ഓക്കെ, അപ്പം മറക്കണ്ട ഒരു കാര്യം, നമ്മൾ പഠിച്ച സ്ട്രാറ്റജി ഒരിക്കലും മറക്കരുത്. കോഴ്സ് അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ഒപ്പം നോട്ട് പ്രിപ്പയർ ചെയ്യുക, ദെൻ എന്ത് ചെയ്യുക, അതിൻ്റെ ടോപ്പിക് വൈസ് പ്രാക്ടീസ് ക്വസ്റ്റ്യനുകൾ അറ്റൻഡ് ചെയ്യുക, ഫൈനലി PYQ അറ്റൻഡ് ചെയ്യുക. ഈ ഒരു ഫോമിൽ പോവുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് സിലബസിനെ നമുക്ക് കൃത്യമായി കവർ ചെയ്യാനും, ആൻഡ് ഞാൻ പറഞ്ഞു തന്നു കുറേ ബുക്കുകൾ ഫോളോ ചെയ്യാനുള്ള ബുക്കുകൾ പറഞ്ഞു തന്നു. ഇതിലെല്ലാ ബുക്കും ഫോളോ ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങളുടെ ലെവൽ അനുസരിച്ച്. ഞാൻ ബേസ് ലെവലാണെങ്കിൽ നീതു സിംഗിൻ്റെ ബേസ് ലെവൽ ബുക്ക്, ഓക്കെ, ഞാൻ അഡ്വാൻസ് ലെവലാണ്, എനിക്ക് കുറച്ച് അറിയാം എന്നുണ്ടെങ്കിൽ SP ബക്ഷിയുടെ ബുക്കിനെ ഫോളോ ചെയ്യുക. ആൻഡ് ഇതിനൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് സെറ്റിനായിട്ട് ഒന്നെങ്കിൽ എറർ പ്രോ അല്ലെങ്കിൽ കിരൺസിൻ്റെ ബുക്കോ അല്ലെങ്കിൽ പ്ലിൻറ്റ് ടു പാരമൗണ്ടോ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഇതിലൊക്കെ വൊക്കാബും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് കൺസിസ്റ്റൻ്റ്ലി എന്ത് ചെയ്യുക, പാരലലി നമ്മുടെ റൂളുകളും ഇവിടെ പഠിക്കുക. ആൻഡ് നിങ്ങൾക്ക് അതിന് SC മലയാളിയുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്, മംഗ്ലീഷ് ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്, അതേപോലെ മംഗ്ലീഷ് ഗ്രൂപ്പ് ഫോളോ ചെയ്യാവുന്നതാണ്. എന്ത് ഡൗട്ടും അവിടെ വന്ന് ചോദിക്കാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് അതിൻ്റെ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി പറഞ്ഞു തന്നിട്ടുണ്ട്, വൊക്കാബിനാണെങ്കിലും ഗ്രാമറിനാണെങ്കിലും
കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ ഒരു ഹെർക്കുലിയൻ ടാസ്ക് പോലുള്ള കാര്യമൊന്നും അല്ല. വളരെ ഈസി ആയിട്ട് കൺസിസ്റ്റൻ്റ്ലി പഠിച്ചു കഴിഞ്ഞാൽ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആൻഡ് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നമ്മുടെ സ്ട്രോങ് ഏരിയ ആയി വളരെ ഈസി ആയിട്ട് നമുക്കത് ടാക്കിൾ ചെയ്യാം. CGL 2026 ആണെങ്കിൽ Tier 1 ആണെങ്കിലും Tier 2 ആണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.